തൃശ്ശൂർ പൂരം നടന്ന അപകടം ഹർഷൻ നേരത്തെ പറഞ്ഞാൽ അതിനകത്തതുണ്ട്. അവിടെ ഒരു അപകടം ഉണ്ടായപ്പോൾ അവിടെ കൂടിയ മനുഷ്യർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഇതിലെ ആധിയുമായിട്ട് ഇതിലെ ട്രോമയുമായിട്ട് ഇതിലെ കിടന്ന് ഉറങ്ങാൻ പോയ മനുഷ്യർ ഹിന്ദുമത വിശ്വാസികൾ മാത്രമാണോ? അല്ലെങ്കിൽ ഈ ശശികല KP ശശികലയൊക്കെ പറയുന്ന പോലുള്ള അല്ല അവരുടെ മനോഭാവമുള്ള ആളുകൾ മാത്രമാണോ? അയ്യോ എൻ്റെ ഹിന്ദുക്കളായുള്ള സുഹൃത്തുക്കൾ ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണോ മനുഷ്യർ പോകുന്നത്? അതിവിടെ നടപ്പില്ല. അത് അവർക്ക് ഒരു സ്വപ്നതുല്യമായ സ്ഥലങ്ങളുണ്ടാകുമ്പോൾ ഇത് ഘറ്റോ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ, അതായത് അതിൽ തന്നെ ഹിന്ദുക്കളെല്ലാം ഒരു ഭാഗത്ത്, മുസ്ലിങ്ങളെല്ലാം ഒരു ഭാഗത്ത്, ക്രിസ്ത്യാനികളെല്ലാം ഒരു ഭാഗത്ത്, ഹിന്ദുക്കളിൽ തന്നെ ഉന്നത ജാതിക്കാരെല്ലാം കുറച്ച് മുകളിലുള്ള സ്ഥലങ്ങളിൽ, സൗകര്യമുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെ ജാതി തിരിഞ്ഞിട്ട് ജീവിക്കുന്ന അവരുടെ സ്വപ്നതുല്യമായ പ്രദേശങ്ങളിൽ പോയിട്ട് അവിടേക്ക് താമസം മാറിയിട്ട് അവർ ഈ മാതിരി പരിപാടി നടപ്പാക്കട്ടെ എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അത് നടപ്പില്ല. ഇവിടെ ആളുകൾ പാട്ട് കേൾക്കുന്ന അങ്ങനെയാണ്. ഇവിടെ എത്ര അത് ഇതിനു വേണ്ടിയിട്ട് യേശുദാസിൻ്റെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് യേശുദാസിൻ്റെ ക്രിസ്ത്യാനി പാടിയ ഹരിവരാസനമില്ലേ എന്നൊക്കെ പറയേണ്ടി വരുന്നത് തന്നെയും അപമാനകരമാണ്. ഇവിടെ യൂസഫ് അലി കേച്ചേരി എന്ന് പറയുന്ന ഒരു മുസ്ലിം എഴുതിയ എത്ര ഹിന്ദു ഭക്തിഗാനങ്ങളുണ്ട് എന്ന് ഉദാഹരിക്കേണ്ടി വരുന്നത് അപമാനകരമാണ്. ഈ കുഴിത്തുരുമ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് ഉദാഹരിക്കേണ്ടി വരുന്നത്. ഇവരുടെ ആരുടെയും സഹായമില്ലാതെയാണ് ഇവരൊക്കെ ഭാവിയിൽ ഏതോ ഒരു കാലത്ത് ജീവിച്ച് മരിച്ചു പോകും എന്ന് കരുതിയിട്ടല്ല ഹിന്ദുമതം എന്ന മഹത്തരമായ മതവിശ്വാസം ഉണ്ടായതും അതിനകത്ത് ആളുകൾ പുലർന്നു പോകുന്നതും. അവർക്ക് വിശ്വാസം എന്ന് വെച്ചാൽ അവരവരുടെ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും 99.9999% പേർക്കും അവരുടെ മതവിശ്വാസം എന്ന് വെച്ചാൽ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കടന്നു പോകാനും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മീയാനുഭൂതി ഉണ്ടാക്കാനും ഇത്തരം കാര്യങ്ങളിലൊക്കെ കടന്നു പോകാനുള്ളൊരു കാര്യമാണ്. അതോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ചില പാട്ടുകൾ വന്ന് ഹിറ്റാവുകയും മറ്റും ചെയ്യുന്നത്. അവരെ ഞങ്ങളാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഈ നവീൻ മോഹൻ്റെ തൊണ്ടയിൽ കയറിയിട്ട് അയാളുടെ ശബ്ദത്തെ മനോഹരമാക്കി കൊടുത്തത് ഈ പറയുന്ന കുഴിത്തുരുമ്പുകളാണെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അവരുടെ കഴിവ് കൊണ്ട് പാട്ടുണ്ടാക്കി, അവരുടെ കഴിവുകൾ കൊണ്ട് അവർ സ്റ്റേജിൽ വന്ന് പരിപാടി നടത്തി. അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യർ കാണുന്നു. അപ്പോൾ അതിനകത്ത് ഈ കയറുന്ന അതാ ഞാൻ പറഞ്ഞത്, നന്ദഗോവിന്ദം ഭജൻസ് ഒരു ഹിന്ദുത്വ പ്രൊജക്റ്റിനെ അല്ലെങ്കിൽ ഹിന്ദുത്വക്കാർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ് വിചാരിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകൾ, കുറേ ആളുകൾ വേറെ ഉണ്ടാകും. ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ അവർക്ക് പോലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഗതികളോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, അത് ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ടല്ലേ അവർ മനസ്സിലാക്കുക.